ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണേ. കണ്ടു കഴിഞ്ഞാൽ തോന്നും ടൂർ പോവാന്ന്. ടൂറൊന്നുമല്ല, നമ്മൾ 90-ന് മുന്നേ കുട്ടീനെ കാണിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരേ. ഇതാണ് നമ്മളുടെ തങ്കമണിക്കയറ്റം പറയും. അവിടെയാണ് ഏറ്റവും കൂടുതൽ നൈറ്റികളുടെ ഷോപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഫേമസ് ആണ് ഈ സ്ഥലം. അവിടെ എല്ലാ വിധത്തിലുള്ള നൈറ്റികളും കിട്ടും കേട്ടോ. എല്ലാ ഫാഷനിലും മോഡലിലും എല്ലാ ടൈപ്പിലുള്ള നൈറ്റികളും കിട്ടും. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറല്ല, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ മെട്രോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈം ഫുള്ള് ഞാൻ ഈ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും എനിക്ക് വന്ന് ട്രിപ്പ് ഇടേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് എപ്പോഴും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും ഞങ്ങൾക്ക് പരിചയമാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അത്രയും കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറുകയാണ്. കയറി കഴിഞ്ഞിട്ട് മോള് തന്നെ നടന്ന് പോകും കേട്ടോ, കാരണം അവൾക്ക് എല്ലാ സ്ഥലം പരിചയമാണ്. എത്തിയ ശേഷം നേഴ്സിന് ഹോപ്പി ടിക്കറ്റൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യണ സമയത്ത് കുറച്ച് നേരം അവൾ ഒളിച്ചുകളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ഡോക്ടറിനെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ആൾ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളതിനെ ഒരു മക്കളെ പോലെയൊക്കെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം കേട്ടോ. മോൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് പാട്ടൊക്കെ പാടിക്കൊടുത്തത് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ ചിരിക്കും കളിക്കൊക്കെ ചെയ്തു. തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റലിലെ ഡോക്ടർ സജീവ് സാറിനെയാണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. പോരുന്നതിനിടയിൽ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോരുമ്പോഴേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അധികം വഴിയൊന്നുമില്ല കേട്ടോ. മിനിമം ചാർജിൻ്റെ വഴിയുള്ളൂ കേട്ടോ. അത്രയും അടുത്തായ കാരണമാണ് ഞങ്ങൾ ഇവിടേക്ക് മാറാൻ കാരണം തന്നെ. നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ ശരിക്കും പെൺകുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരടുത്തുണ്ടെങ്കിലാണ് ഒരു സമാധാനമുള്ളൂ. അതുപോലെ തന്നെയാണ് അമ്മമാർക്ക് തിരിച്ചും. അപ്പോൾ എൻ്റെ അമ്മയുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ, അതായത് എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോൺ ടോപ്പിൽ ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.